5 കൊല്ലം മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് കാനഡയല്ല ഇപ്പോഴത്തെ കാനഡ. 2019 ഞങ്ങൾ വരുമ്പോൾ കാനഡയിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. കാനഡയിലെ എക്സ്പെൻസസ് ഇത്രയും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ നമ്മൾ വരുവാണെങ്കിൽ കാനഡയിൽ PR കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വന്ന് PR കിട്ടി ഇവിടെ സെറ്റിൽ ആകുക എന്നുള്ളത് എക്സ്ട്രീംലി ഫെയർലി സിംപ്ലർ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഇന്നത്തെ കാനഡയിൽ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും PR കിട്ടണമെന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രോവിൻസസിലും കുട്ടികൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച ഇപ്പോൾ ഒണ്ടാരിയോയിൽ ബ്രാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. കാരണം 2024-ലും 2025-ലും അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോകുന്നു. അവർ ഈ അടുത്തൊന്നും PR കിട്ടാനുള്ള ഒരു സ്കോപ്പും അവർ കാണുന്നില്ല. അപ്പം അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അതുമാതിരി പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പറയുന്ന സ്ഥലത്തും ഒരുപാട് കുട്ടികൾ കുറച്ച് നാളുകളായി പ്രൊട്ടസ്റ്റിലാണ്. PR കിട്ടാതെ നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിൽ 2024-ലോ 2025-ലോ നമ്മൾ കാനഡയിലേക്ക് പഠിക്കാൻ വരണമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കാനഡയിലേക്ക് പഠിക്കാനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മുടെ മക്കളെ വിടാൻ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാനഡയിൽ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, PR കിട്ടാനായിട്ട് വേറൊരു പ്രോവിൻസിലേക്ക് നമ്മൾ മാറാൻ ചിന്തിക്കുന്നു, ഏത് പ്രോവിൻസിലേക്ക് മാറിയാലാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ PR കിട്ടുക എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ദിസ് വീഡിയോ മൈറ്റ് ആൻസർ എ ലോട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് കാനഡ മലയാളിഡ. ഇപ്പോൾ കാനഡയിൽ നോൺ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ട് നിയർലി 2.8 മില്യൺ അടുത്ത ആളുകളുണ്ട്. അതായത് പെർമനൻറ്റ് റെസിഡൻസി സ്റ്റേറ്റസ് ഇല്ല, PR സ്റ്റേറ്റസ് അല്ല, മറ്റ് പല സ്റ്റേറ്റസുകളിൽ കാനഡയിൽ നിൽക്കുന്നവർ നിയർലി 2.8 മില്യൺ അടുത്ത ആളുകളാണ്. ഇതിൽ നിന്ന് റെഫ്യൂജീസിനും അസൈലം ക്ലെയിമൻസിനൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയായിട്ടും വർക്ക് പെർമിറ്റ് ആയിട്ടും ഒക്കെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അവരുടെ ഫാമിലീസും മാത്രം വെച്ച് നോക്കുമ്പോഴത്തേനും അവർ മാത്രമുണ്ട് 2.4 മില്യൺ. അതായത് 2.4 മില്യൺ അടുത്ത ആളുകൾ ഈ 1-2 കൊല്ലത്തിനുള്ളിൽ PR കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ കാനഡയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഈ 2.4 മില്യൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം ഫ്യൂച്ചറിൽ കാനഡയിൽ PR കിട്ടാനായിട്ട്. കോവിഡിന് മുൻപുള്ള സമയത്തൊന്നും PR കിട്ടാനായിട്ട് ഇത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിലും ഇവിടെ പഠിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടിയും എന്നിട്ടും നമുക്ക് ആവശ്യമുള്ള സ്കോർ പോരാ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കനേഡിയൻ PR കിട്ടുക എന്നുള്ളത് വളരെ ദൂരത്തുള്ളൊരു റിയാലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ഓഫ് സ്കോർ ഇസ് ഹയർ ആൻഡ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത് ഈ അടുത്തൊന്നും താഴാനും പോകുന്നില്ല. എക്സ്പ്രസ് എൻട്രി ഫുൾ റൗണ്ട് ഓഫ് ഇൻവിറ്റേഷൻസ് എന്ന് നമ്മൾ വെറുതെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ഇപ്പോഴത്തെ ഈ CRS സ്കോറിൻ്റെ റേഞ്ചും എത്ര ആളുകൾക്ക് കാനഡിയൻ PRനുള്ള ഇൻവിറ്റേഷൻസ് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 501-നും 600-നും ഇടയ്ക്ക് CRS സ്കോർ ഉള്ളവർ 16,000-ന് മുകളിലാണ്. അതുപോലെ തന്നെ 451-നും 500-നും ഇടയ്ക്ക് സ്കോർ ഉള്ളവർ 60,000 പേരിലധികം ഉണ്ട്. സോ എക്സ്പ്രസ് എൻട്രിയിൽ ഡയറക്റ്റ്ലി നമുക്ക് PR കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് നൗ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് അല്ലെങ്കിൽ PNP. ഈ PNP പ്രോഗ്രാംസിൻ്റെ ഉള്ളിലും ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോവിൻസ് മാറിയാൽ PR കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും കേൾക്കണം. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രോവിൻസിൻ്റെ BC PNP പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാർച്ച് 2024 അവർ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്. ജനുവരി 2025 മുതൽ BC PNPയുടെ ക്രൈറ്റീരിയാസ് മാറാൻ പോകുന്നു. കറണ്ട് ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റും ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീംസും ഇപ്പോൾ ഇനി റീപ്ലേസ്ഡ് ചെയ്യപ്പെടാൻ പോകുകയാണ് അണ്ടർ BC PNP. അത് ബാച്ചുലേഴ്സ് സ്ട്രീമായിട്ടും മാസ്റ്റേഴ്സ് സ്ട്രീമായിട്ടും ഡോക്ടറേറ്റ് പ്രോഗ്രാം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രീമായിട്ട് മാറാൻ പോകുന്നു. മാത്രമല്ല BC PNPയുടെ ലാംഗ്വേജ് ക്രൈറ്റീരിയാസ് ഇനി ജനുവരി 2025 മുതൽ CLB 8 ആവാൻ പോകുകയാണ്. CLB എന്ന് പറഞ്ഞാൽ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് എന്ന് പറയും. സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ IELTSൻ്റെയും അല്ലെങ്കിൽ IELTS പോലത്തെ PTE എന്ന് പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ഒക്കെ ഒരു കാൽക്കുലേറ്റഡ് സ്കോർ. ഇപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റുകളുടെ കാര്യം പറയുമ്പോഴത്തേനും IELTSനെക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് PTE അഥവാ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. PTE-നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ഇഫ് യു ആർ കൺസിഡറിംഗ് ടു റൈറ്റ് യുവർ ലാംഗ്വേജ് ടെസ്റ്റ്, PTE-നെ കുറിച്ചുള്ള ആ വീഡിയോ നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്കും ഫ്രഞ്ച് ലാംഗ്വേജിൽ പ്രാമുഖ്യമുള്ളവർക്കും BC PNP ഇൻവിറ്റേഷൻസ് പോകാൻ ഇനി കൂടുതൽ പ്രയോറിറ്റി നൽകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. സോ ക്രൈറ്റീരിയാസ് ആർ ഗോയിങ് ടു ബി എ ലിറ്റിൽ സ്ട്രിഞ്ചൻറ്റ് ആൻഡ് ഹയർ ഫോർ BC PNP. ബ്രിട്ടീഷ് കൊളംബിയയുടെ PNPയുടെ ലേറ്റസ്റ്റ് ഇൻവിറ്റേഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിലും അവർ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നീഷ് കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇപ്പം ഇൻവിറ്റേഷൻസ് അയക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ചൈൽഡ് കെയർ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും ടെക്നോളജി മേഖലയിലും വെറ്റിനറി കെയർ മേഖലയിലും ഒക്കെ എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്കാണ്
ഇൻവിറ്റേഷൻസ് പോയിരിക്കുന്നത്. എത്ര പേർക്ക് ഇൻവിറ്റേഷൻസ് പോകുന്നു എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ചൈൽഡ് കെയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കുകയാണെങ്കിൽ 9 ഇൻവിറ്റേഷൻസേ പോയിട്ടുള്ളൂ അണ്ടർ BCPNP. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് 10 ഇൻവിറ്റേഷൻസേ പോയിട്ടുള്ളൂ. സോ തൗസൻഡ്സ് ഓഫ് ആളുകൾ ഈ പൂളിലുള്ളപ്പോൾ, എക്സ്പ്രസ് എൻട്രിയിലും PNP പൂളിലും ഒക്കെ ഉള്ളപ്പോൾ 9 പേർക്കും 10 പേർക്കൊക്കെ ഇൻവിറ്റേഷൻസ് പോയിട്ട് എന്താവാനാണ്? അവിടെ നമ്മൾക്ക് കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ BCയുടെ ജനറൽ കാറ്റഗറി ഇൻവിറ്റേഷൻസ് നോക്കുകയാണെങ്കിലും 35 പേർക്കാണ് ഇൻവിറ്റേഷൻസ് പോയിട്ടുള്ളത്. ആൻഡ് ദ സ്കോർ ഇസ് ഹൈ. പണ്ടൊക്കെ 90 സ്കോറും അല്ലെങ്കിൽ 108 സ്കോറൊക്കെ വേണ്ടിടത്ത് ഇപ്പം 134 മിനിമം സ്കോറെങ്കിലും ഈ BCPNPൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വരുള്ളൂ. ഇപ്പോൾ ഒണ്ടാരിയിലുള്ള ഒരാളാണ് നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് PNP വഴി PR കിട്ടാൻ എളുപ്പമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പോവുകയാണെങ്കിലും ഇവരുടെ ഈ പ്രയോറിറ്റി ആയിട്ടുള്ള സെക്ടറുകളിൽ ജോലിയുള്ളത്രത്തോളം ജനറൽ കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ നമുക്ക് ഈ ഹൈ സ്കോർ ഉണ്ടോ, ഈ 134, 135, 136 നമുക്ക് സ്കോർ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോവിൻസ് മാറണോ, BCയിലേക്ക് നമ്മൾ മാറണോ എന്നുള്ള കാര്യം ചിന്തിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ പോയാലും നമുക്ക് സ്ട്രഗിൾ തന്നെയാണ്. അവിടെ പോയാലും നമ്മൾ പോകുന്ന ഒരു പർപ്പസ് PR കിട്ടാനാണല്ലോ നമ്മൾ പ്രോവിൻസ് മാറുന്നൊക്കെ ചിന്തിക്കുന്നത്. ആ ഒരു പർപ്പസ് സെർവ് ആവണമെന്നില്ല. സോ ടേക്ക് കാൽക്കുലേറ്റീവ് ഡിസിഷൻസ് ആൻഡ് പ്ലാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം RNIP, അതായത് റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാം വഴി PR കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. പക്ഷേ RNIP പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, RNIP പ്രോഗ്രാമിൽ നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ RNIP പ്രോഗ്രാം വഴി നമ്മൾ PRന് എലിജിബിൾ ആണെങ്കിലും അവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് കാറ്റഗറീസിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. സോ അതിനൊരു ലിസ്റ്റ് ഉണ്ട്. എ പാർട്ട് ഓഫ് ദാറ്റ് ലിസ്റ്റ് ഇസ് വാട്ട് യു സീയിങ് ഓൺ ദ സ്ക്രീൻ. ഈ ജോലി മേഖലകൾ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓഫറോ വർക്ക് എക്സ്പീരിയൻസോ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ RNIP വഴി PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ബാക്കിയുള്ള കാനഡയിലെ പ്രോവിൻസസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ആൽബർട്ട വാസ് എ ബെറ്റർ പ്രോവിൻസ് ടു ബി ഇൻ. ആൽബർട്ടയിൽ ടാക്സ് വളരെ കുറവാണ്, എക്സ്പെൻസസ് കുറവാണ്, നമുക്ക് കുറേ കൂടെ സേവ് ചെയ്യാൻ പറ്റും, PR കിട്ടാനും എളുപ്പമായിരുന്നു. അപ്പം ഒരുപാട് പേര് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്തിരുന്നു. ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ മൈഗ്രേറ്റഡ് ടു ആൽബർട്ട ഫ്രം ഡിഫറെൻറ്റ് പ്രോവിൻസസ് ഓഫ് കാനഡ. ഇപ്പോൾ അവിടുത്തെ ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻസ് പോസ് ചെയ്തു. കൺസ്ട്രക്ഷൻ മേഖലയിലോ ടെക്നോളജിക്കൽ മേഖലയിലോ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ മേഖലയിലോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ആ മേഖലയിൽ ജോലി ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ആ മേഖലയിലാണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾ ആൽബർട്ട പ്രോവിൻസിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിൽ വെക്കേണ്ട മറ്റൊരു കാര്യം, ആൽബർട്ട PNP വഴി നമുക്ക് PR കിട്ടാനായിട്ട് ദർ ആർ സർട്ടൺ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസസ് ആർ ചാൻസസ് ഓഫ് സെലക്ഷൻ. ഒന്ന്, നമുക്ക് ആൽബർട്ടയിൽ നിന്നൊരു ജോലി ഓഫർ ഉണ്ടാവണം. നമ്മളവിടെ കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ അവിടെ പേരൻറ്റോ ചൈൽഡോ സിബ്ലിങ്ങോ അവിടുത്തെ കനേഡിയൻ സിറ്റിസനോ അവിടുത്തെ പെർമനന്റ് റെസിഡൻ്റ് ആയിട്ട് ആൽബർട്ടയിൽ റിസൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഫ്രഞ്ച് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നമുക്ക് മോർ ദാൻ 5 months വാലിഡിറ്റി ഉള്ള ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാവണം. സോ ദീസ് ആർ ഫ്യൂ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസസ് അവർ ചാൻസസ് ഓഫ് സെലക്ഷൻ in Alberta PNP despite being in construction, healthcare, tech, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ. പിന്നെ നമുക്ക് ഇന്ത്യൻസിന് താല്പര്യമുള്ള മറ്റൊരു പ്രോവിൻസ് ആണ് മാനിറ്റോബ. കാരണം മാനിറ്റോബയിൽ കുറച്ച് നാൾ മുൻപ് വരേക്കും മാനിറ്റോബയിൽ വഴി നിന്നുകൊണ്ട് PR കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. ഏതെങ്കിലും ഒരു ജോലി മേഖലയിൽ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതി. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് കോഴ്സ് യു ലേൺ ഓർ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് ജോബ് സെക്ടർ യു വെയർ. ഇഫ് യു ഹാവ് സ്പെൻഡ് സം ടൈം ഇൻ മാനിറ്റോബ PNP വഴി PR കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതുവഴി ഓപ്റ്റ് ചെയ്തു, ഒരുപാട് പേര് മാനിറ്റോബയിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് മാനിറ്റോബയുടെ ഒരു ലിമിറ്റിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദേ ഹാവ് ടെമ്പററിലി പോസ് ദാറ്റ് ഈസി വേ ഓഫ് ഗെറ്റിംഗ് PR. ഇപ്പോഴത്തെ മാനിറ്റോബ PNP അണ്ടർഗോ ചെയ്യുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ഒന്നുകിൽ നമുക്ക് മാനിറ്റോബയിൽ നമുക്കൊരു റിലേറ്റീവ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് മാനിറ്റോബയിൽ 1 കൊല്ലത്തെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസോ 2 കൊല്ലത്തെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസോ നമുക്കുണ്ടാവണം. ഇതല്ലാതെ നമുക്ക് മാനിറ്റോബ വഴി PR കിട്ടാൻ പണ്ടത്തെ പോലെ കാനഡയിലെ ഏത് പ്രോവിൻസ് എടുത്ത് വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് ഒണ്ടാരിയോയിലാണ്. 52% സ്റ്റുഡൻസും റിസൈഡ് ചെയ്യുന്നത്. ഒണ്ടാരിയോ പ്രോവിൻസിൽ PNP പ്രോഗ്രാം കിട്ടാൻ പണ്ടേ ഡിഫിക്കൽട്ടായിരുന്നു. ജോലി ഓഫർ വേണം, ചില ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ജോലി ഓഫർ വേണം എന്നുള്ളതൊന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പറയുന്നത് ഗ്രാജുവേറ്റ് പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ PhD പ്രോഗ്രാമോ വഴിയാണ് നിങ്ങൾ ഒണ്ടാരിയോയിലേക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല, PR കിട്ടുന്നുള്ള ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പ്രതീക്ഷിച്ചുകൊണ്ട് കാനഡയിലേക്ക് വരുന്നുണ്ട്, എസ്പെഷ്യലി ടു ഒണ്ടാരിയോ പ്രോവിൻസ്. പക്ഷെ നമ്മൾ അങ്ങനെ വരുമ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ PhD പ്രോഗ്രാമോ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ഒണ്ടാരിയോ പോലത്തെയുള്ള പ്രോവിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, or number of PR invitations going for masters or doctorate program holders are very very less. എങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് വരാനായിട്ട്. And the next thing is smaller provinces like Nova Scotia or New Brunswick, Prince Edward Island, അങ്ങനെയുള്ള കുഞ്ഞു പ്രോവിൻസസിലും കുട്ടികൾ
അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ PR കിട്ടും എന്ന് ഒരു മനസ്സിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് മാറാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ദ റിയാലിറ്റി ഈസ് ന്യൂ ബ്രൂൺസ്വിക്ക് സ്കിൽഡ് വർക്ക് പ്രോഗ്രാം അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോവസ്കോഷ്യയിലാണെങ്കിലും റെസ്റ്റോറൻറ്റ് ഓർ ഫുഡ് മേഖലയിൽ ജോലി സെക്ടർ ഉള്ളവർക്കുള്ള PNP അവർ പോസ് ചെയ്ത് വെച്ചു. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള PR ഇഷ്യൂവൽസ് നോവസ്കോഷ്യ നിർത്തിവെച്ചിരിക്കുകയാണ് ടെമ്പററിലി. ഇപ്പം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ദ സിറ്റുവേഷൻ ഇസ് നോട്ട് വെരി ഡിഫറെൻറ്റ്. കുട്ടികൾ അവിടെ സ്ട്രൈക്കിലാണ്. ഇല്ലാത്ത പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പഠിക്കാൻ പോയിട്ടും അവിടുത്തെ കുട്ടികൾക്ക് PR-നുള്ള ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. PR കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭീതിയിൽ ദർ ആർ സ്ട്രൈക്സ് ഹാപ്പനിങ് ഓൾ ഓവർ ഇൻ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. 12ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് നമ്മളിവിടെ പഠിക്കാൻ വരികയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ PR കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലി അത് നിയർലി ഇംപോസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലാണ് ഇപ്പോഴുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ പഠിക്കാൻ വരാൻ ചിന്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് PR കിട്ടാനുള്ള കാര്യത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക, വാട്ട് ക്യാൻ വി ഡു ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ള കാര്യത്തിലേക്ക് ഇനി കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രണ്ടാമത്തെ കോഴ്സ് തുടങ്ങട്ടെ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടട്ടെ എന്നിട്ട് പ്ലാൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് വി വിൽ ബി ടു ലേറ്റ്. PR കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ ഫീബിളായി പോകും. അപ്പം അതുകൊണ്ട് പിന്നത്തേക്ക് വെക്കാതെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. ആസ് ടു വാട്ട് ഷുഡ് ബി ഡൺ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, റിസർച്ച് ചെയ്യാം ആൻഡ് സീ വാട്ട് യുവർ പോസിബിലിറ്റീസ് ആർ ആൻഡ് ദെൻ ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. ഇപ്പം നമ്മൾ കാനഡയിലേക്ക് കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഏത് കോഴ്സിന് ഏത് ജോലി സെക്ടറിലേക്ക് തിരിയാൻ പറ്റും, ആ പറയുന്ന ജോലി സെക്ടറിൽ കാനഡയിൽ അല്ലെങ്കിൽ ആ പ്രോവിൻസിൽ PR കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ തന്നെ ധാരാളമാണ്. ഇപ്പോൾ BC PNP പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് ചില ജോലി മേഖലകളിൽ പ്രയോറിറ്റീസ് ഉണ്ട്. ആൽബർട്ടയിലാണെങ്കിലും ചില ജോലി മേഖലകളിൽ ഇനി പ്രയോറിറ്റീസ് പോകുന്നു. ഇപ്പം അങ്ങനെ ഓരോ പ്രോവിൻസിലും ഓരോ ജോലി മേഖലകളിൽ ഇനി പ്രയോറിറ്റി പോവാണ്, എസ്പെഷ്യലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അല്ലെങ്കിൽ PNP പ്രോഗ്രാം. നമ്മൾക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്നൊരു കരിയർ പാത്തിലേക്ക് കടക്കണം, ഇന്നൊരു കരിയർ പാത്തിലേക്ക് തിരിയണം എന്നുള്ളത്. നമ്മളുടെ കരിയർ പാത്തും ആ പ്രോവിൻസിൻ്റെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സും അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുക. ആൻഡ് ദെൻ കാൽക്കുലേറ്റ് ഇഫ് യുവർ ചാൻസസ് ഫോർ PR ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്രോവിൻസ് ഇസ് ഹയർ ഓർ ലോവർ. മൂന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്കിൽഡ് ട്രേഡ്സ് ആണ്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റർ, അങ്ങനത്തെ മേഖലകൾ. ഈ സ്കിൽ ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം PR-ന് വയ്ക്കുമ്പോഴത്തേനും ഈ സ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്ക് 50 പോയിൻറ്റ് കൂടുതൽ കിട്ടും. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളത്. അപ്പം ഇംഗ്ലീഷിന് IELTS അല്ലെങ്കിൽ PTE എന്നുള്ള പരീക്ഷകളുള്ള പോലെ ഫ്രഞ്ചിൻ്റെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള TEF എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് എഴുതി അതിൻ്റെ ആവശ്യമുള്ള സ്കോർ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 50 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. സോ ദീസ് ആർ വേസ് ടു ഇൻക്രീസ് യുവർ CRS സ്കോർ. ഈ CRS സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ അഡീഷണൽ മെത്തേഡ്സ് ചെയ്യാത്തിടത്തോളം ഇപ്പോഴത്തെ ആവശ്യമുള്ള CRS സ്കോർ നമുക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ PNP നോക്കേണ്ടി വരും. PNP നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് PNPൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ PNPൻ്റെ റിയാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഓരോരുത്തരും വരുന്നത്. ആൻഡ് ദേ ആർ സ്ട്രഗ്ലിംഗ് ഹിയർ ആൻഡ് ദേ ആർ സ്ട്രഗ്ലിംഗ് ടു സർവൈവ് ഹിയർ ആൻഡ് ദേ ആർ സ്ട്രഗ്ലിംഗ് ടു സ്റ്റേ ഹാപ്പി. 2 കൊല്ലത്തിന് ശേഷം മേ ബി എവറിത്തിങ് വിൽ ഗെറ്റ് ബാക്ക് ടു നോർമൽ ഓർ മേ ബി തിങ്സ് വിൽ നോട്ട് ബി ആസ് ഡിഫിക്കൽട്ട് ആസ് നൗ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ റിയാലിറ്റി ഇങ്ങനെയാണ്. പല ഏജൻസീസിൻ്റെയും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ കാനഡയിൽ ആഘോഷം, കാനഡയിൽ ആവേശം, കാനഡയിൽ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളെ കയറ്റിവിടുന്നു. നമ്മൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാനഡയിലാണ്, നമുക്കും പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാനഡ ഇസ് ഗോയിങ് ത്രൂ എ വെരി ടർബുലൻറ്റ് പീരീഡ്. എന്നാൽ എല്ലാവരും തിരിച്ചു പോകണം എന്നല്ല നമ്മൾ പറയണത്, ആരും വരണ്ട കാനഡയിലേക്ക് എന്നും അല്ല പറയണത്. ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, ബി പ്രിപ്പയർഡ് ഫിനാൻഷ്യലി, മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി. ഇവിടുത്തെ റിയാലിറ്റിയാണ് നമ്മളുടെ ഒരു പേഴ്സണൽ വ്യൂ പോയിൻറ്റോട് കൂടി, നമ്മളുടെ ഒരു പേഴ്സണൽ റിസർച്ചോട് കൂടി ആസ് കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. കാനഡയിലെ ജീവിതത്തിനെക്കുറിച്ചും കാനഡയിലെ ഇമിഗ്രേഷൻ പാത്വേസിനെ കുറിച്ചും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചും അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇഫ് കാനഡ ഇസ് പാർട്ട് ഓഫ് യുവർ മൈൻഡ് സംവെയർ നൗ, ഫ്യൂച്ചർ ഓർ പാസ്റ്റ്, നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കും. കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് കാനഡ മലയാളിയുടെ.